അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം ഉണ്ടായി. വെടിയുതിർക്കാൻ ശ്രമിച്ച 58-കാരനെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു. താൻ സുരക്ഷിതനാണെന്ന് പിന്നീട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധുവാണ് ഈ വാർത്ത നമ്മുടെ ടെലിവിഷനിൽ ബ്രേക്ക് ചെയ്തത്. ഇപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് അവസ്ഥ? ഗുഡ് മോർണിംഗ് എസ്. ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഒരു വധശ്രമത്തിന്റെ വാർത്തകളാണ് ഇന്ന് പുലർച്ചെ നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത്. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ സ്വകാര്യ ഗോൾഫ് കോഴ്സിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആയുധധാരിയായ AK-47 നിൽക്കുന്ന ഒരാളെ ട്രംപിന്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടുകൂടി ഏകദേശം 4 പ്രാവശ്യം വെടിയുതിർക്കുകയും ഇദ്ദേഹം കയ്യിലിരുന്ന ബാഗും ഈ റൈഫിളും ഉപേക്ഷിച്ചിട്ട് വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഒരു ദൃക്സാക്ഷി ഇതിന്റെ ചിത്രം എടുത്തതോടുകൂടി ഈ വെടിയുതിർക്കാൻ ശ്രമിച്ച ആളെ പിടിക്കുകയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് FBI ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. വളരെ പരിമിതമായ സുരക്ഷ മാത്രമേ മുൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് ഒരുക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഗോൾഫ് കോഴ്സ് പോലെ വലിയ മൈതാനം പോലെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ അവർക്ക് വലിയ പരിമിതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും അതുപോലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് സുരക്ഷിതനെന്ന് അറിഞ്ഞതിൽ ആശ്വാസം എന്നാണ് ജോ ബൈഡന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതുപോലെ അമേരിക്കയിൽ ആക്രമണത്തിന് ഒരു സ്ഥാനവുമില്ലെന്ന് കമല ഹാരിസും പറഞ്ഞിട്ടുണ്ട്. കമല ഹാരിസ് ആണ് ഡൊണാൾഡ് ട്രംപിനെ 2 മാസം നവംബറിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ തന്റെ അനുയായികൾക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചു. അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നതിന് മുമ്പ് തന്നെ ഈ സന്ദേശം നിങ്ങളിൽ എത്തിക്കുകയാണ്, ഞാൻ സുരക്ഷിതനാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 13-നായിരുന്നു ഇതിനു മുമ്പ് ട്രംപിന് നേരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യ വധശ്രമം നടക്കുന്നത്. അന്ന് ഒരു ക്വാർട്ടർ ഓഫ് ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത്. ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എസ്. ഓക്കെ, മധു കൊട്ടാരക്കര ആണ് വിവരങ്ങൾ നൽകിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഫ്ലോറിഡയിൽ വീണ്ടും വധശ്രമമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജനാർദ്ദൻ നായർ പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജനാർദ്ദൻ നായർ. ഇന്നലെ പുലികൾ അടിച്ചു പൊളിച്ചു. സന്തോഷം. മിനി ബാബു പട്ടിയെ കൂട്ടിലിട്ട് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഓണസമ്മാനം മാത്രം വന്നില്ല. ഇനി പട്ടി അഴിച്ചു വിട്ടുള്ളൂ. കാര്യം ഇന്ന് എന്തായാലും ഗിഫ്റ്റുമായിട്ട് ആരും വരില്ല. കുറേ വീടുകളിലൊക്കെ തന്നെ ഗിഫ്റ്റുമായിട്ട് നമ്മൾ പോയിരുന്നു. എല്ലാ ജില്ലകളിലും അതിൻ്റെ ഗിഫ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീടുകളിലും നമുക്ക് എത്തുക പ്രായോഗികമല്ല. കുറേ വീടുകളിൽ നമ്മളിങ്ങനെ റാൻഡമായിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചൊന്നുമില്ല, കണ്ട വീടുകളിലേക്ക് കയറി വരാതെ നിന്ന് ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷം പറഞ്ഞ് ഓണാശംസയും നേർന്ന് വരികയായിരുന്നു. ഇനിയും ജനാർദ്ദൻ നായർ, താങ്കൾ വിഷമിക്കേണ്ട, മിനി ബാബു ഒന്നും വിഷമിക്കേണ്ട. ഇനിയും എത്രയോ ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് പ്രേക്ഷകരുമായിട്ട്. മാത്രമല്ല 24 കണക്റ്റിൻ്റെ വാർഡ് തല, താലൂക്ക് തല കമ്മിറ്റികളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നേരിട്ട് കാണും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, അനിൽകുമാർ ചോദിക്കുന്നതിലെ ഫ്ലവേഴ്സിൽ TV കൊടുത്തിരുന്നു. പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ പറഞ്ഞവർക്ക് TV കൊടുത്തിരുന്നു. അപ്പോൾ ആ TV ഇനി വല്ലതും ബാക്കിയിരിപ്പുണ്ട്. ഒരു TV യുടെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയൊന്നും ബാക്കിയിരിക്കില്ല കേട്ടോ. ഇനി ഏതെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ നമുക്ക് കുറച്ചധികം TV യുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കും.